നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 224. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 7-ാം അധ്യായത്തിൽ 39-ാമത്തെ ശ്ലോകം പറയണം. 39ഉം 40ഉം ശ്ലോകങ്ങൾ ഒപ്പം പോകും. എങ്ങനെ? നിമിത്താനി ച തസ്യേഹ പ്രോക്താന്യാനഘ സൂരിഭി സ്വതോ ജ്ഞാനം കുത പുംസാം ഭക്തിർവൈരാഗ്യമേവ വാം ഏതാന്മേ പൃച്ഛത പ്രശ്നാൻ ഹരേ കർമ്മവിവിത്സയാം ബ്രൂഹി മേ അജ്ഞസ്യ മിത്രത്വാദജയാ നഷ്ടചക്ഷുഷ. ഇതാണ് ശ്ലോകം. അതിന് വാക്കാർത്ഥം പറയുമ്പോൾ ദോഷരഹിത ആ അറിവിന് വിദ്വാൻമാരാൽ പറയപ്പെട്ടിട്ടുള്ള കാരണങ്ങളെയും പുരുഷന്മാർക്ക് പരമാർത്ഥമായ അറിവും ഭക്തിയും വിഷയത്തിൽ വിരക്തിയും എങ്ങനെ ഉണ്ടാകും? വിഷ്ണുവിൻ്റെ കർമ്മങ്ങളെ അറിവാനുള്ള ആഗ്രഹത്താൽ ഈ ചോദ്യങ്ങളെ ചോദിക്കുന്നവനും മായയാൽ നശിച്ചിരുന്ന അറിവോടുകൂടിയവനുമായ അറിവില്ലാത്ത എൻ്റെ ഹിതകാരിയായിരിക്കുന്നത് കൊണ്ട് പറഞ്ഞാലും ആ ഒരു വാക്കിന് വളരെ വെയിറ്റ് ഉണ്ട്. ഏതിന്? ഹിതകാരി. ഞാനും നിങ്ങളും മറ്റുള്ളവർക്ക് ഹിതകാരികളാവണം. മറ്റുള്ളവർക്ക് നമ്മൾ ഹിതകാരികളായാൽ ഓട്ടോമാറ്റിക്കലി അവർ നമ്മുടെ ഹിതകാരികളാവും. അപ്പോൾ ഈ ബ്ലെസ്സിങ് 2 തരത്തിലാണ്. അങ്ങോട്ട് ബ്ലെസ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ബ്ലെസ്സിങ് കിട്ടാണ്ടിരിക്കില്ല. ഇത് വളരെ ഡെലിക്കേറ്റ് സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് ആൾക്കാർ ഇത് അർത്ഥം അറിയാൻ ശ്രമിക്കാണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. വേദത്തിൽ നിന്ന് സിദ്ധിക്കേണ്ടതായ അറിവിന് വിദ്വാൻമാർ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ എന്തെല്ലാം? എന്തുകൊണ്ടാണ് വേദത്തിൽ നിന്ന് അറിവ് നേടണമെന്ന് പറയാൻ കാരണം? ജനങ്ങൾക്ക് പരമാത്മാവിനെ കുറിച്ചുള്ള അറിവും ഈശ്വരനിൽ ഭക്തിയും വിഷയങ്ങളിൽ വൈരാഗ്യവും ഏത് വിധം ഉണ്ടാകും? ശ്രീ മഹാവിഷ്ണുവിൻ്റെ സൃഷ്ടിയാദി കർമ്മങ്ങളുടെ സ്വരൂപത്തെ അറിവാൻ ആഗ്രഹം നിമിത്തമാണ് ഞാൻ ഈ ചോദ്യങ്ങളെ അങ്ങയോട് ചോദിക്കുന്നത്. മായയുടെ ശക്തി നിമിത്തം എൻ്റെ അറിവ് നശിച്ചിരിക്കുന്നു. നിന്തിരുവടി എന്നെ അനുഗ്രഹിക്കുന്ന ബന്ധുവായിട്ടും ഇരിക്കുന്നു. നോക്കൂ, ബന്ധുക്കൾക്ക് പരസ്പരം ഉപകാരം ഉണ്ടാവണം, അല്ലാണ്ട് ബന്ധുക്കൾ അവരുടെ എന്താ കാര്യം? അപ്പോൾ യാതൊരു ദോഷവുമില്ലാതെ പരിശുദ്ധനായിരിക്കുന്ന അവിടുന്ന് എന്നോട് ഈ വക സംഗതികളുടെ പരമാർത്ഥത്തെക്കുറിച്ച് ഉപദേശിക്കണം. പരമാർത്ഥത്തെക്കുറിച്ച് ഉപദേശിക്കണം എന്നാണ് പരമാർത്ഥം. അതാണ് ഗോഡ്ലിനെസ്. അടുത്ത ശ്ലോകം 41. സർവേ വേദാശ്ച യജ്ഞാശ്ച തപോദാനാനി ച അനഘ ജീവാഭയപ്രദാനസ്യ ന കുർവീരൻ കലാം അഭി. സകല വേദങ്ങളും യാഗങ്ങളും തപസ്സുകളും ദാനങ്ങളും ഹേ പാപരഹിത. ആ വാക്ക് പാപരഹിത, ജീവന് അഭയത്തെ നൽകുന്നതിൻ്റെ ചെറിയ അംശത്തെ കൂടി ചെയ്യുകയില്ല എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അധർമ്മം ചെയ്യില്ല എന്നർത്ഥം. ധർമ്മത്തിൻ്റെ വഴിക്കേ പോവുള്ളൂ.
അവിടെ ജീവന് അഭയത്തെ നൽകുന്നതിൻ്റെ ആരാ? ഭഗവാൻ ജീവന് അഭയം നൽകുന്ന ആളാണ്. അത് കൂടാണ്ട് അവിടെ ഒരു വാക്കുണ്ട്, എന്താ? സകല വേദങ്ങളും യാഗങ്ങളും തപസ്സുകളുടെ ദാനങ്ങളും ആർക്ക് ഗുണം ചെയ്യുള്ളൂ? പാപരഹിത. പാപം ചെയ്തവർക്ക് നമ്മൾ തപസ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല, ഫലവത്താവണില്ല. അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. യാതൊരു ദോഷവുമില്ലാതിരിക്കുന്ന ഹേ ഭഗവൻ, യാതൊരു ദോഷവുമില്ലാതിരിക്കുന്ന സകല വേദങ്ങളെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്താലും സർവയാഗങ്ങളെ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്താലും സകല വിധങ്ങളായ തപസ്, ദാനം എന്നിവയെ ചെയ്താലും ഉണ്ടാകുന്ന ഫലം തത്വോപദേശത്താൽ ജീവകളുടെ സംസാരഭയത്തെ തീർക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഫലത്തിൻ്റെ 16 പോലും സാരമായിട്ടുള്ളതല്ലെന്നാണല്ലോ സജ്ജനമതം. ഇപ്പോൾ ഞാൻ ആ ഹിമാലയ പർവ്വതം മറിക്കണമെന്നില്ല, പക്ഷേ എൻ്റെ പരിധിയിൽ നിന്ന് ഞാൻ ഈ സബ്ജക്റ്റ് നിങ്ങളിൽ എത്തിക്കുമ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ ദാനം ചെയ്യുന്നതിൻ്റെയും തപസ് ചെയ്യുന്നതിൻ്റെയും ഒക്കെ മേലെയാണ് തത്വോപദേശങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നുള്ളത്. നിങ്ങൾ തപസ് ചെയ്യുന്നുണ്ടാവും, ദാനം ചെയ്തിട്ടുണ്ടാവും, ഞാനിത് രണ്ടും ചെയ്യണില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യണു? തത്വോപദേശങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കാൻ ശ്രമിക്കണു. അപ്പോൾ ഞാൻ ചെയ്യുന്നതിൻ്റെ 16 ഭാഗം എന്താവണുള്ളൂ? യജ്ഞങ്ങളും യാഗങ്ങളും തപസ്സുകളും ദാനങ്ങളും ചെയ്യുന്നതിനുണ്ടാവണുള്ളൂ എന്ന്. അപ്പോൾ 1.5 ലക്ഷം രൂപ കൊടുത്ത് ഗുരുവായൂരപ്പന് ചുറ്റുവിളക്ക് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കേമനായി എന്ന് നടിച്ചാൽ അത് തെറ്റ്. പ്രമോഷമുണ്ടോ? ഞാൻ വളരെ സീരിയസ് ആണ് ഈ സബ്ജക്റ്റിൽ. അപ്പോൾ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അറിയുവാൻ ആഗ്രഹിച്ച തത്വങ്ങളെ ഉപദേശിച്ച് എൻ്റെ സംസാരഭീതിയെ നശിപ്പിച്ച് എനിക്ക് അഭയം നൽകണമേ. അപ്പോൾ അവിടെ ഒരു പ്രമാണം പറയുന്നുണ്ട്, നാ പൃഷ്ട കസ്യചിൽ ബ്രൂയ, ചോദിക്കാതെ ആർക്കും ഉപദേശിക്കരുതെന്ന വിധിയെ ഇവിടെ സ്പഷ്ടമാക്കി ശിഷ്യധർമ്മത്തെ കാണിച്ചു. അതായത് വത്സല ശിഷ്യന്മാർക്ക് ചോദിക്കാതെ കണ്ടെന്ന് ഗുരുനാഥന്മാർ പലതും പറഞ്ഞു കൊടുക്കും. ശ്രീശുഗാവാച 42 ശ്ലോകം. സയിത്തം ആപൃഷ്ട പുരാണകൽപ കുരുപ്രധാനേന മുനിപ്രധാനാം പ്രവൃദ്ധഹർഷോ ഭഗവൽ കഥായാം സംചോദിതസ്തം പ്രഹസന്നിവാഹ. ഗുരുക്കളിൽ ശ്രേഷ്ഠനായ അവനാൽ. ആരാ ഗുരുക്കളിൽ ശ്രേഷ്ഠൻ? വിതുരൻ. ഇപ്രകാരം ചോദിക്കപ്പെട്ട പുരാണസാരത്തോടു കൂടിയവനും മുനിമാരിൽ മുഖ്യനുമായ ആ മൈത്രേയർ ഭഗവാന്റെ ചരിത്രത്തിൽ വേണ്ടതുപോലെ പ്രേരിപ്പിക്കപ്പെട്ടവനും ഏറ്റവും വർദ്ധിച്ചിരിക്കുന്ന സന്തോഷത്തോടു കൂടിയവനുമായിട്ട് മന്ദഹാസം ചെയ്തുകൊണ്ട് അവനോടെന്ന് പറഞ്ഞാൽ വിതുരരോട് പറഞ്ഞു. അവ ശുഗമുനി പരീക്ഷത്തിനോട് പറയാം, കുരുശ്രേഷ്ഠനായ വിതുരരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് എല്ലാം തികഞ്ഞ മൈത്രേയ മഹർഷി ഉത്തരം പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. കുരുക്കളിൽ പ്രധാനിയായ വിതുരർ പുരാണത്തിൽ നിന്നറിയേണ്ടതായ സകലവും വേണ്ടതുപോലെ അറിഞ്ഞിരിക്കുന്ന മുനിശ്രേഷ്ഠനായ മൈത്രേയരോട് ചോദിച്ചതായ സകല ചോദ്യവും ശ്രീഹരിചരിതത്തെ സംബന്ധിച്ചിരിക്കുന്നതുകൊണ്ട് ഭഗവത് കഥ പറവാനുള്ള അവസരം സിദ്ധിച്ചതാലോചിച്ച് വളരെ സന്തോഷിച്ച മുനിശ്രേഷ്ഠൻ
മന്ദഹാസത്താൽ സ്വസന്തോഷത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് വിതുരരോട് മറുപടി പറഞ്ഞു. വിതുരമൈത്രേയ സംവാദത്തിൽ നിന്ന് അറിവാൻ കഴിയുന്ന വിഷയങ്ങളെ ഇങ്ങനെ ചുരുക്കത്തിൽ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് 7-ാം അധ്യായം അവിടെ അവസാനിക്കുകയാണ്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ തൃതീയ സ്കന്ധേ ബന്ധസൃഷ്ടി നിരൂപണ പ്രകരണേ വിതുരകൃത നാനാപ്രശ്ന നിരൂപണം നാമ സപ്തമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി 8-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 8-ാം അധ്യായം. മൈത്രേയ ഉവാച. ശ്ലോകം 1. സത്സേവനീയോ ബദ പൂർവംശോ യല്ലോകപാലോ ഭഗവൽ പ്രധാന ബഭൂവിധേഹാജിതകീർത്തിമാലാം പദേ പദേ നൂതനയസ്യ ഭീഷ്ണം. ഇതാണ് ശ്ലോകം. യാതൊന്ന് ഹേതുവായിട്ട് ഭഗവാനെ തന്നെ പ്രധാനമായി കരുതിയിരുന്ന ലോകത്തെ രക്ഷിക്കുന്നവരിൽ ഒരുവനായ യമൻ ഈ വംശത്തിൽ ഭവിച്ചു. ഏത് വംശത്തിൽ? കുരുവംശത്തിൽ. ആരായിട്ട്? വിതുരരായിട്ട്. അജിത ആരാലും ജയിക്കപ്പെടാത്ത ഭഗവാന്റെ കീർത്തി ഭക്തിയെ, കൂട്ടങ്ങളെ എന്നർത്ഥം, പദംതോറും ഏറ്റവും പുതിയതാക്കുന്നു. പുരുവിൻ്റെ വംശം സത്തുക്കളാൽ ആശ്രയിക്കപ്പെടുവാൻ യോഗ്യമാകുന്നു. ഇതാണ് ആ ശ്ലോകത്തിൻ്റെ വാക്കാർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം വരുമ്പോൾ എങ്ങനെയാണ്? വിതുരരുടെ ചോദ്യത്തെ അഭിനന്ദിച്ചും കൊണ്ട് മൈത്രേയർ പറയുന്നു, പുരുവിൻ്റെ വംശം സജ്ജനങ്ങൾക്ക് ആശ്രയിക്കുവാൻ തക്ക യോഗ്യതയുള്ളതാകുന്നു. എന്തുകൊണ്ടെന്നാൽ ആ വംശത്തിൽ അഷ്ടദിക്പാലന്മാരിൽ ഒരുവനും ഭഗവാനെ തന്നെ സർവാത്മന പ്രധാനമായി കരുതിയിരിക്കുന്നവനുമായ യമധർമ്മരാജാവായ അങ്ങ് അവതരിച്ചിരിക്കുന്നുവല്ലോ. ശ്രീ ഭഗവാന്റെ പാവനയായ കീർത്തിയെ അടിക്കടി ചോദ്യങ്ങളാൽ ഏറ്റവും പുതിയതാക്കി ചെയ്യുന്ന ഭവാന്റെ പ്രശ്നം എത്ര സന്തോഷജനകമായിരിക്കുന്നു. ഹാ, എൻ്റെ ഭാഗ്യം. ഇതാരാ പറഞ്ഞത്? മൈത്രേയ മഹർഷി പറയാണ്, എൻ്റെ ഭാഗ്യം. കാരണം എന്താ? ഞാൻ ഇന്നലെ ശ്രീകൃഷ്ണ കഥാമൃതത്തിൽ പറയുണ്ടായി, ഇത് വായിച്ച് എനിക്ക് സന്തോഷിക്കാൻ ഒരു സൗകര്യം, അത് പഠിച്ചത് ഞാൻ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി രണ്ടാമതൊന്ന് പറയുക. അപ്പോൾ എനിക്ക് ഇരട്ടി മധുരം ഇരട്ടിയാവുകയാണ്. അതാണ് ഈശ്വരകാരുണ്യം. അത്രയും സമയം എനിക്ക് വേറെ വല്ലായ്മകൾ വരില്ലല്ലോ. അപ്പോൾ ഇനി 2-ാമത്തെ ശ്ലോകം. സ അഹം നൃണാം ക്ഷുല്ലസുഖായ ദുഃഖം മഹദ്ഗതാനാം വിരമായ തസ്യ പ്രവർത്തയേ ഭാഗവതം പുരാണം യദ് ആഹ സാക്ഷാൽ ഭഗവാൻ ഋഷിഭ്യ. ഇതാണ് ശ്ലോകം. അതിൽ വാക്കാർത്ഥം വരുമ്പോൾ സാക്ഷാൽ ശ്രീനാരായണൻ, ശ്രീഹരി ഋഷികളോട് യാതൊന്നിനെ ഉപദേശിച്ചുവോ? ഋഷീശ്വരന്മാരോട് സാക്ഷാൽ ശ്രീഹരിയാണ് ഭാഗവതം പറഞ്ഞത്. തുച്ഛസുഖത്തിനു വേണ്ടി കഠിനമായ ദുഃഖത്തെ പ്രാപിച്ചിരിക്കുന്ന മനുഷ്യരുടെ അതിൻ്റെ ശാന്തിക്കായിക്കൊണ്ട് ഭാഗവത പുരാണത്തെ ഞാൻ പ്രവർത്തിക്കുന്നേൻ, ഞാൻ പറയാം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോണു. വിതുരരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സൽസമ്പ്രദായത്തെ അനുസരിച്ച് ലോകത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന ശ്രീ മഹാഭാഗവതത്തിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ആ പുരാണത്തെ പറയാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു.
അല്പസുഖത്തിന് വേണ്ടി അധികം ക്ലേശം അനുഭവിക്കുന്ന മനുഷ്യരുടെ ക്ലേശം ശമിക്കുവാനുപകരിക്കുന്ന സാരമായ ഉപദേശങ്ങൾ ശ്രീ ഭഗവാൻ തന്നെ ഋഷികളോട് ഉപദേശിച്ചിട്ടുണ്ട്. ആ ഉപദേശസാരമാണ് ഭാഗവതം. അങ്ങയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് ഞാൻ ആ ഭാഗവത പുരാണത്തെ തന്നെ ഇവിടെ പ്രസ്താവിക്കാം. അപ്പോൾ ഇവിടെ മൈത്രേയൻ വിതുരർക്ക് പറഞ്ഞു കൊടുത്തത് സാക്ഷാൽ ശ്രീഹരി ഋഷീശ്വരന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള പുരാണങ്ങളാണ്. അതുകൂടാണ്ട് ശ്രീകൃഷ്ണനാൽ തത്വോപദേശം നടത്തുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു താൻ ഇത് എൻ്റെ പരമഭക്തനായ വിതുരർക്ക് ഉപദേശിക്കണമെന്നും പറഞ്ഞു. ഇനി അതിലും മീതെ എന്താ വേണ്ടത്? അടുത്ത ശ്ലോകം 3. ആസീനം മുർവ്യാം ഭഗവന്തമാദ്യം സംഘർഷണം ദേവമഗുണ്ടസത്വം വിവിത്സവസ്തത്വമതപരസ്യ കുമാരമുഖ്യാമുനയോ അന്വപൃച്ഛൻ. വേറെ ആളോടും ചോദിക്കണ്ടെന്നാണ് പറഞ്ഞതേ. ഭൂമിയിൽ ഇരിക്കുന്നവനും ഐശ്വര്യപൂർണനും ആദിയിലുള്ളവനും ആദിശേഷനെന്നു പേരുള്ളവനും സൂക്ഷ്മജ്ഞാനമുള്ളവനുമായ സൂക്ഷ്മജ്ഞാനം, അതെന്താ? അഗുണ്ടസത്വം. സൂക്ഷ്മജ്ഞാനം, പരോക്ഷജ്ഞാനമല്ല, സൂക്ഷ്മജ്ഞാനം. ദേവനോട് പരൻ്റെ പരമാർത്ഥത്തെ അറിവാൻ ആഗ്രഹമുള്ള കുമാരൻ മുതലായ, അതായത് 4 ആൾക്കാർ, പിന്നെ എന്താ അവരുടെ പേര്, സനൽകുമാരൻ മുതലായിട്ടുള്ളവർ, അറിവാൻ ആഗ്രഹമുള്ള കുമാരൻ മുതലായ മുനികൾ ക്രമത്തിൽ ചോദ്യം ചെയ്തു. അവരോട്? ശ്രീഹരിയോട്. എന്നിട്ട് ഏത് മുനികൾക്ക് എന്തു രൂപത്തോടു കൂടെയാണ് ഭഗവാൻ ഭാഗവതം ഉപദേശിച്ചത് എന്ന സംഗതിയെ ഇവിടെ ഊന്നി പറയണു. സനകാദികളായ മുനിമാർ ഒരു കാലത്ത് പരമപുരുഷ തത്വത്തെ അറിവാൻ ആഗ്രഹിച്ചുകൊണ്ട് സർവജ്ഞനും ഐശ്വര്യപരിപൂർണനുമായ സംഘർഷണമൂർത്തിയോട്, ആദിശേഷനോട് ചോദ്യം ചെയ്തു. അദ്ദേഹം ഉപദേശിച്ചു. 4-ാമത്തെ ശ്ലോകം. സ്വമേവ തിഷ്ണ്യം ബഹുമാനയന്തം യം വാസുദേവാഭിതമാമനന്തി പ്രത്യഗ്ദൃശാതൃധാക്ഷാംബുജകോശമീഷത് ഉന്മീലയന്തം വിബുധോദയായ. തൻ്റെ ആശ്രയമായിരിക്കുന്ന യാതൊരുവനെ വാസുദേവൻ എന്ന പേരോടുകൂടിയവനെന്ന് വർണ്ണിക്കുന്നുവോ? ആ വാസുദേവൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വസിക്കുന്ന ദേവൻ എന്നാണ് അർത്ഥേ. അവനെ ബഹുമാനിക്കുന്നവനും ദേവോത്തമന്മാരുടെ അഭിവൃദ്ധിക്കായിക്കൊണ്ട് പ്രത്യേകാത്മാവിൽ ഉറപ്പിച്ചിരിക്കുന്ന, പ്രത്യേകാത്മാവ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഇരിക്കുന്ന ആത്മാവ്, ഉറപ്പിച്ചിരിക്കുന്ന നേത്രമാകുന്ന താമരമൊട്ടിനെ അല്പം വികസിപ്പിച്ചിരുന്നു. താമരമൊട്ടിനെ, ഏത്? പ്രത്യേകാത്മാവിൽ ഉറപ്പിച്ചിരിക്കുന്ന മനക്കണ്ണ് എന്നർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ചിത്തത്തിൻ്റെ അധിഷ്ഠാനമായിരിക്കുന്ന വാസുദേവനെന്ന് ഋഷികൾ ഏതൊരു ദേവനെ വർണ്ണിക്കുന്നുവോ, ചിത്തത്തിൻ്റെ അധിഷ്ഠാനം വാസുദേവൻ, വസിക്കുന്ന ദേവൻ. അപ്പോൾ നമ്മൾ ആരേനെ വേർപാട് ചെയ്യുന്നത്? ആ വേർപാട് എന്നുള്ളത് എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഏത് പ്രേത സാക്ഷാൽ അധിഷ്ഠാനമായിരിക്കുന്ന വാസുദേവനെ പിടിക്കുക? അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയിട്ടുള്ളത്. ഇല്ലാത്ത ഭൂതപ്രേതങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വേർപാട് പറയാനൊരു കാശ്, വേർപാട് ചെയ്യാൻ വേറൊരു കാശ്. അങ്ങനെയല്ലേ? ധ്രുവനോ അല്ലെങ്കിൽ പ്രഹ്ലാദനോ അങ്ങനെ ഒരു വേർപാട് വേണ്ടി വന്നില്ലല്ലോ. കാരണം എന്താ? ദേ ആർ ബോൺ ഭക്താസ്. അംബരീഷ ചക്രവർത്തി വളരെയധികം പരീക്ഷണങ്ങൾ അതിജീവിച്ച ആളാണ്.
അദ്ദേഹം ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി ചെയ്തിട്ടില്ല എവിടെ. ഏതെല്ലാം തരത്തിൽ പരീക്ഷണങ്ങളുണ്ടോ ആ പരീക്ഷണങ്ങളെ സത്യത്തിൻ്റെ പേരിൽ അദ്ദേഹം പ്രതിരോധിച്ചു, അദ്ദേഹം അവസാനം ജയിച്ചു. അത് പുരാണങ്ങൾ ഇതിഹാസങ്ങൾ വായിക്കുന്നതിലല്ല, അതിൽ നിന്ന് നമ്മൾ എന്ത് ഡിറൈവ് ചെയ്തു, എന്ത് മനസ്സിലാക്കി. അപ്പോൾ പറയണു, ചിത്തത്തിൻ്റെ അധിഷ്ഠാനമായിരിക്കുന്ന വസുദേവനെന്ന് ഋഷികൾ ഏതൊരു ദേവനെ വർണ്ണിക്കുന്നുവോ തൻ്റെ ആശ്രയമായിരിക്കുന്ന ആ ദേവനെ ധ്യാനത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ആരാധിച്ചിരിക്കുന്ന ആ സംഘർഷണമൂർത്തി സനകാദികൾക്ക് തത്വോപദേശം ചെയ്യുവാൻ വേണ്ടിയിട്ട് ധ്യാനാവസരത്തിൽ അർദ്ധനിമീലനം ചെയ്തിരുന്ന ആ നേത്രമാകുന്ന താമരമുട്ടിനെ സനകാദികളുടെ നേർക്ക് അല്പം വികസിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചോദ്യം ചെയ്തു. എന്താ ചോദ്യം? 5-ാമത്തെ ശ്ലോകം. സ ദുർന്യൂർദാർദ്രൈ സ്വജടാകലാപൈ ഉപസ്പൃശന്ധം ചരണോപധാനം പത്മം യദർച്ചന്ത്യഹി രാജകന്യാ സപ്രേമനാനാ ബലിഭിർവരാർത്ഥാഃ. സർപ്പരാജപുത്രിമാർ പ്രേമത്തോടുകൂടും വണ്ണം അനേക പൂജാസാധനങ്ങൾ കൊണ്ട് ഭർതൃകാംക്ഷയോടുകൂടിയവരായിട്ട് യാതൊരു താമരപ്പൂവിനെ പൂജിക്കുന്നുവോ പദാശ്രയമായിരിക്കുന്ന അതിനെ ഗംഗാജലത്താൽ നനഞ്ഞിരിക്കുന്ന അവരുടെ ജടാഭാരങ്ങളാൽ സ്പർശിക്കുന്നവരായിരുന്നു. അതായത് ദണ്ഡനമസ്കാരം ചെയ്യന്നെ. അതിൻ്റെ ഭാവാർത്ഥം, ഗംഗാസ്നാനം നിമിത്തം ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജടാഭാരങ്ങൾ കൊണ്ട് സനകാദികൾ ആദിശേഷമൂർത്തിയുടെ പാദം സമർപ്പിച്ചിരിക്കുന്ന താമരപ്പൂവിൻ്റെ സന്നിധിയിൽ നമസ്കരിച്ചുകൊണ്ടാണ് ചോദ്യം ചെയ്തത്. സർപ്പരാജകന്യകമാർ അനുരൂപ വരന്മാരെ ആഗ്രഹിച്ചുകൊണ്ട് നാനാവിധ പൂജാദ്രവ്യങ്ങളെ കൊണ്ട് ഈ താമരപ്പൂവിനെ പൂജിക്കുക പതിവാകുന്നു. പക്ഷെ ആ താമരപ്പൂവ് എന്താണെന്നുള്ളത് പറയണ്ടായി. മനക്കണ്ണാണ്, ചിത്തത്തിലാണ് വസിക്കുന്നത്, വാസുദേവനെയാണ് പൂജിക്കണമെന്ന് പറയുണ്ടായി. ഇനി 6-ാമത്തെ ശ്ലോകം. മുഹുർഗൃണന്തോ വചസാനുരാഗ സ്ഖലൽപദേനാസ്യ കൃതാനി തജ്ഞാഃ കിരീടസാഹസ്രമണി പ്രവേഗ പ്രദ്യോതിതോ ദാമഫണാസഹസ്രം. അതിനെ ഭഗവാന്റെ കർമ്മങ്ങളെ അറിവുള്ളവർ മുനിമാർ ഈ ഭഗവാന്റെ കർമ്മങ്ങളെ അനുരാഗം നിമിത്തം സ്ഖലിക്കുന്ന പദങ്ങളോടുകൂടിയ അനുരാഗം നിമിത്തം. എന്താ അനുരാഗം? അനുരാഗം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഗുരുനാഥരോട് ഒരു ദിവസം ചോദിച്ചു, ഈ ഭാഗവതത്തിന് പലരും 26 രാഗത്തിൽ വായിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ അതെൻ്റെ ഉള്ളുകള്ളി? എടാ മോനെ, ഭാഗവതത്തിനോട് അനുരാഗം ഉണ്ടായാൽ മതി, രാഗം വേണ്ടാന്ന് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾക്ക് എങ്ങനെയാണ് അർത്ഥം കൈമോശം വരാത്ത രീതിയിൽ പദങ്ങൾ ഉച്ചരിക്കാൻ സാധിക്കുന്നത്? അതാണ് അനുരാഗം. അല്ലാണ്ട് രാഗവിസ്താരം വെറുതെ മൂളിയത് കൊണ്ടോ ദീർഘമില്ലാത്തടത്ത് ദീർഘം പിടിച്ചോ ദീർഘമില്ലാത്ത സ്ഥലത്ത് ദീർഘം പിടിച്ചോ കോമിയുള്ള സ്ഥലത്ത് ഫുൾ സ്റ്റോപ്പ് പറഞ്ഞോ ഒന്നും രാഗം വരില്ല. മറ്റൊരു വിഷയം. അപ്പോൾ വാക്കുകൊണ്ട് പിന്നെയും പിന്നെയും സ്തുതിക്കുന്നവരായിട്ട് കിരീട സാഹസ്ര മണിപ്രവേഗ പ്രദ്യോതിതോ ദാമഫണാസഹസ്രം. അതായത് ആ അവസാനത്തെ 2 പേരുടെ ഒറ്റ അർത്ഥ പറഞ്ഞത്. കിരീട സഹസ്രത്തിലുള്ള ഉത്തമ രത്നങ്ങളാൽ ഏറ്റവും ശോഭിക്കുന്ന 1000 പടങ്ങളോട്, അത് പാമ്പിൻ്റെ പത്തികളോട് കൂടിയവനായിരുന്നു എന്നാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. സനകാദികൾ സംഘർഷണമൂർത്തിയുടെ അപാരമഹിമയെ അറിയുന്നവരായിരുന്നതിനാൽ
അപാര മഹിമയെ അറിയുന്നവരായിരുന്നാൽ ആ ദേവൻ്റെ അസാധാരണ കർമ്മങ്ങളെ ഭക്തി നിമിത്തം ഇടറുന്ന വാക്കുകളാൽ സ്വസ്ത്രം ചെയ്തുകൊണ്ടാണ് ചോദിച്ചത്. സംഘർഷണമൂർത്തിയാകട്ടെ 1000 കിരീടങ്ങളിൽ പതിഞ്ഞിരിക്കുന്ന ഉത്തമരത്നങ്ങളുടെ പ്രഭയാൽ പ്രകർഷേണ ശോഭിക്കുന്ന 1000 പടങ്ങളോടുകൂടിയവനുമായിരുന്നു. അപ്രകാരമിരിക്കുന്ന ആദിശേഷമൂർത്തിയോട് അപ്രകാരമിരിക്കുന്ന സനകാദികൾ ചോദ്യം ചെയ്തുവെന്ന് 3 പദ്യങ്ങളുടെ അന്വയത്തെ ഒരു വാക്യമായിട്ട് ധരിക്കണം. അതെ ടെക്നിക്കാലിറ്റി ഒക്കെ ഉണ്ട് ഇതിൽ. അത് കഴിഞ്ഞിട്ട് 7ാമത്തെ ശ്ലോകം. പ്രോക്തം കിലൈതത് ഭഗവത്തമേന നിവൃത്തിധർമാഭിരതായ തേന സനൽകുമാരായ സചാഹ പൃഷ്ട സാഖ്യായനായാംഗധൃതവ്രതായാം. പരിപൂർണജ്ഞാനമൂർത്തിയായ, പരിപൂർണനാണ് അവനാൽ, അതായത് സംഘർഷണ ഭഗവാനാൽ നിവൃത്തിധർമ്മത്തിൽ തൽപരനായിരിക്കുന്ന, പ്രവൃത്തിയിലല്ല നിവൃത്തി ധർമ്മത്തിൽ തൽപരനായിരിക്കുന്ന സനൽകുമാരനായിക്കൊണ്ട് ഇത് അതായത് ഭാഗവതം പറയപ്പെട്ടുവെന്നത് സുപ്രസിദ്ധം. ഹേ പൂജ്യ, ചോദിക്കപ്പെട്ട ആ സനൽകുമാരൻ വ്രതയുക്തനായ സാഖ്യായനായിക്കൊണ്ട് പറഞ്ഞു. അതായത് സംഘർഷണമൂർത്തി ആരോട് പറഞ്ഞു എന്നാണ് പറഞ്ഞത്? സനൽകുമാരനായിട്ട് പറഞ്ഞു. സനൽകുമാരൻ എന്തു ചെയ്തു? സാഖ്യായനായിക്കൊണ്ട് പറഞ്ഞു കൊടുത്തു. ഇനി അതിൻ്റെ ഭാവാർത്ഥം വരുന്നു. നിരതിശയജ്ഞാനസ്വരൂപനായ ഭഗവാൻ. ആ വാക്ക് ഒന്നുകൂടി പറയാം. നിരതിശയ യജ്ഞാനസ്വരൂപനായ ആദിശേഷമൂർത്തി മോക്ഷധർമ്മത്തിൽ തൽപരനായ സനൽകുമാരന് ഉപദേശിച്ചതാണ് ഈ ഭാഗവത ശാസ്ത്രമെന്ന സംഗതി സുപ്രസിദ്ധമാകുന്നു. സാഖ്യായന മുനി സനൽകുമാരമുനിയോട് ചോദിച്ചത് നിമിത്തം വ്രതാഭിയുക്തനായ സാഖ്യായനന് സനൽകുമാരമുനി അതിനെ ഉപദേശിച്ചു. ഇങ്ങനെയുള്ളവർക്ക് ഉപദേശിക്കില്ല. അവിടെ ഒരു വിശേഷണം പറയാം. വ്രതാഭിയുക്തൻ, എല്ലാ വ്രതങ്ങളും അഭിയുക്തമായിട്ട് യുക്തിസഹജം ചെയ്യുന്നവൻ അർത്ഥം പറയണം. ഇനി 8ാമത്തെ ശ്ലോകത്തോടു കൂടിയിട്ട് ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കാം. എന്താ 8ാമത്തെ ശ്ലോകം? സാഖ്യായന പാരമഹംസ്യമുഖ്യോ വിവക്ഷമാണോ ഭഗവത് വിഭൂതിഃ ജഗാദസ അസ്മദ് ഗുരവേ അന്യതായ പരാശരായാധ ബൃഹസ്പതേശ്ച. പരാശര മുനി ബൃഹസ്പതിക്ക് ഉപദേശിച്ചു എന്നാണ് പറഞ്ഞത്. ശ്രദ്ധിക്കാം. അപ്പോൾ പറഞ്ഞു, പരമഹംസന്മാരുടെ ധർമാനുഷ്ഠാനത്തിൽ മുഖ്യനായ സാഖ്യായനൻ ഭഗവാന്റെ ഐശ്വര്യങ്ങളെ പറവാൻ ആഗ്രഹിക്കുന്നവനായിട്ട് ശിഷ്യഗുണയുക്തനും ഞങ്ങളുടെ ഗുരുവുമായ പരാശരന് പറഞ്ഞു കൊടുത്തു. പിന്നെ ബൃഹസ്പതിക്കും ഉപദേശിച്ചു. പരാശരമുനിക്കും ബൃഹസ്പതിക്കും ഉപദേശിച്ചു. അതിൻ്റെ ഭാവാർത്ഥം പറയണു. പരമഹംസന്മാരുടെ ധർമ്മത്തെ സ്വീകരിച്ചവരിൽ വെച്ച് മുഖ്യനായ സാഖ്യായനൻ ഭഗവാന്റെ സൃഷ്ട്യാദി ലീലകളെ വർണ്ണിപ്പാൻ ആഗ്രഹം ഉള്ളവനായിരുന്നതിനാൽ ശിഷ്യന്മാർക്കുണ്ടായിരിക്കേണ്ട ശ്രദ്ധ വിനയാദി ഗുണങ്ങൾ തികഞ്ഞിരുന്ന ഞങ്ങളുടെ ഗുരുവായ പരാശരനും പിന്നെ ബൃഹസ്പതിക്കും ആ ഭാഗവതം ഉപദേശിച്ചു എന്ന് പറഞ്ഞത്. അങ്ങനെയിരിക്കുന്ന ആ ഭാഗവത തത്വങ്ങൾ എല്ലാവർക്കും
സുഗമമായി മനസ്സിലാക്കാനും സ്വന്തം ജീവിതക്രമത്തെ ഉപരി ശ്രേഷ്ഠമാക്കാനും ഉതകുന്ന രീതിയിലായിത്തീരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.